എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ നമ്മുടെ ഗോക്കുവും ഗുൽമയും പന്നിക്കുട്ടനും അവർ മൂന്ന് പേരും ആ ഹാൻസം വില്ലൻ കൊടുത്ത കാറിൽ ഇപ്പൊ അടുത്ത ഡ്രാഗൺ ബോൾ തേടി ആ ഓക്സ് കിങ്ങിന്റെ താഴ്വരയിലേക്ക് പോവാണ്. പന്നിക്കുട്ടനാണെങ്കിൽ ഇപ്പൊ അവർക്ക് വാണിംഗ് കൊടുക്കും. നിങ്ങൾ കരുതും പോലെയല്ല ആ ഓക്സ് കിങ്, അവൻ വളരെ ഡേഞ്ചർ ആണ്. അവനൊരു ജയന്റ് ആണ്. അവനെ കൊണ്ട് ഫയറൊക്കെ ക്രിയേറ്റ് ചെയ്യിക്കാനായിട്ട് പറ്റും. പച്ച മരം പോലും അവന്റെ ഭീമം പവർ ഉപയോഗിച്ച് കത്തി എരിയിക്കുമെന്ന് പറയും. ബൊൽമയാണെങ്കിൽ അവനെ സമാധാനിപ്പിക്കും. അതൊക്കെ വെറും അന്ധവിശ്വാസമാണ്, നീ അതൊന്നും കേട്ട് പേടിക്കേണ്ട കാര്യമില്ല. പന്നിക്കുട്ടനാണെങ്കിൽ അത് കേട്ട് തലയ്ക്ക് കൈ കൊടുക്കും. ഇങ്ങനെയുള്ള അവിശ്വാസികളെ കൊണ്ടാണല്ലോ ഞാൻ ഇവിടേക്ക് വരുന്നതെന്ന് പറഞ്ഞ് അതിനുശേഷം അവരല്പം കൂടെ മുൻപോട്ടേക്ക് പോയി കഴിയുമ്പോൾ അവിടെ മുഴുവൻ ചൂടങ്ങനെ കൂടി വരികയാണ്. അപ്പൊ ദൂരത്തായിട്ട് ഗോക്കു ആണെങ്കിൽ കൈ ചൂണ്ടി പറയും, ഹായ് സൂര്യാസ്തമനം, അതിപ്പോ കാണാൻ കഴിഞ്ഞതിൽ എനിക്ക് ഒത്തിരി സന്തോഷം. അതിന് കുട്ടൻ ടെൻഷനായിട്ട് അവരോട് ദേഷ്യപ്പെട്ട് പറയും, അതൊരു വോൾക്കാനോ അല്ലാതെ സൂര്യാസ്തമനം അല്ല. അത് കേട്ട് ബൊൽമയ്ക്കാണെങ്കിൽ പേടി കൂടും. അപ്പൊ ദൂരത്തായിട്ട് ആ ഹാൻസം വില്ലനും അവന്റെ അസിസ്റ്റന്റ് ആ റാബിറ്റും അവർ രണ്ടുപേരും അല്പം ഗ്യാപ്പ് ഇട്ട് നമ്മുടെ ആൾക്കാരെ ഫോളോ ചെയ്ത് വരികയാണ്. നമ്മുടെ ആൾക്കാർ കളക്ട് ചെയ്യുന്ന ഡ്രാഗൺ ബോൾസ് അത് കംപ്ലീറ്റ് ആയിട്ട് കണ്ടെത്താനാണ്, പിടിച്ചെടുക്കാനാണ് അവരുടെ ഇപ്പോഴത്തെ പ്ലാൻ. ചെയ്ത മറ്റൊരു ഭാഗത്ത് ആ ഒരു ചുന്ദരി പെണ്ണും ഡോഗും അവർ രണ്ടുപേരും തല താഴ്ത്തി അവരുടെ ആ ഒരു മിഷനും ഫെയിലായ കാര്യം ആ ബീസ്റ്റിനെ അറിയിക്കുകയാണ്. ബീസ്റ്റ് ആണെങ്കിൽ ആദ്യം കാഷ്വലായിട്ട് അവരെ അടുത്തേക്ക് വിളിക്കും. അതിനുശേഷം ടെററായിട്ട് അവർ ലുക്ക് വിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഞാൻ പണിഷ്മെന്റ് തരുന്നു പറഞ്ഞ് ഒരു ബട്ടൺ അമർത്തുകയാണ്. അടുത്ത നിമിഷം ഒരുപാട് കൈകൾ അവരെ ലോക്ക് ചെയ്തെടുത്ത് മുകളിലേക്ക് കൊണ്ടുപോയി അവരുടെ ബോഡിയിൽ ലൈറ്റ്നിങ് അടുപ്പിക്കുകയാണ്. അതിലൊരു ലൈറ്റ്നിങ് ഇപ്പം നമ്മുടെ ബീസ്റ്റിന്റെ ദേഹത്തും ഞട്ടിക്കും. അപ്പോൾ അവിടുന്ന് അങ്ങനെ സീൻ സൂം ഔട്ട് ചെയ്ത ഇവിടെ നമ്മുടെ ആൾക്കാർ അവരാണെങ്കിൽ കാറിൽ ഡ്രൈവ് ചെയ്ത് ആ ഒരു ഫയർ മൗണ്ടൈൻ്റെ തൊട്ടടുത്തെത്തും. അവർക്കത് കാണുമ്പോൾ ഭയങ്കര അത്ഭുതം. നിങ്ങളിത് കാണുന്നില്ലേ, ആ മല അത് മുഴുവനായിട്ടും തീ കത്തി ഏരിയയാണ്. ആക്ച്വലി ആ ഓക്സ് കിങ് അവൻ്റെ മാൻഷൻ പ്രൊട്ടക്ട് ചെയ്യാനാണ് ഒരു മന്ത്രവാദിയുടെ സഹായത്താൽ ആ ഒരു മലയിൽ തീയിട്ടത്. പിന്നീട് അവനെ കൊണ്ടും ആ തീ കൺട്രോൾ ചെയ്യാൻ കഴിയാതെ ആ ഒരു മാൻഷനകത്തേക്ക് പ്രവേശിക്കാനായില്ല. സോ എൻ്റെ ഗസ് ശരിയാണെങ്കിൽ തീർച്ചയായിട്ടും അവൻ്റെ മാൻഷനിൽ തന്നെ ആ ഒരു ഡ്രാഗൺ ബോൾ കാണും. പക്ഷെ അവിടേക്ക് ആരെങ്കിലും കടക്കാൻ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും അവൻ അവരെല്ലാവരും അറ്റാക്ക് ചെയ്യും. മാത്രമല്ല നിങ്ങൾക്ക് അതിൻ്റെ അകത്തേക്ക് പോവുക എന്നത് വളരെ ശ്രമകരമാണ്. ആ ഒരു കത്തുന്ന പാറയിലൂടെ നിങ്ങൾ എങ്ങനെ കടന്നു പോകും? ആ മാക്സിൻ്റെ ഉള്ളിലേക്ക് നിങ്ങൾക്ക് എങ്ങനെ കയറാനായിട്ട് കഴിയും? അതിന് ഉൽമയാണെങ്കിൽ ക്യാഷ്വലായിട്ട് പറയും, ഞാനൊരിക്കലും ഇതൊന്നും കണ്ട് പേടിക്കില്ല. എൻ്റെ ലക്ഷ്യം ആ ഒരു ഡ്രാഗൺ ബോളാണ്. അത് എത്രയും വേഗം എനിക്ക് കിട്ടിയേ പറ്റും. ആ പന്നിക്കുട്ടനാണെങ്കിൽ അവരോട് വീണ്ടും ചോദിക്കും, നിങ്ങളുടെ തീരുമാനം അവിടേക്ക് പോകാൻ തന്നെയാണോ? അതിനവരാണെങ്കിൽ തീർത്ത് പറയും, അതെ ഞങ്ങൾ അവിടേക്ക് പോവാണ്. ഉടനെ അവൻ കാറിൽ കയറി കാർ സ്റ്റാർട്ട് ചെയ്യും. അത്യാവശ്യമായിട്ടൊരു സ്ഥലം വരെ പോകണം. ഗുൽമ, ഒരു കാരണവശാലും നിന്നെ ഇത്തവണ ഗോക്കുവിന് നിന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ കഴിയില്ല. അതിന് ഗോക്കു ആണെങ്കിൽ ക്യാഷ്വലായിട്ട് പറയും, എൻ്റെ ഗ്രാൻഡ് പാ പേടിക്കാതിരിക്കാനുള്ള എല്ലാ കാര്യങ്ങളും എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിന് പന്നിക്കുട്ടൻ പറയും, എൻ്റെ ഗ്രാൻഡ് പാ അദ്ദേഹം എന്നെ പഠിപ്പിച്ച എന്താണെന്ന് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് അവൻ കാർ റിവേഴ്സിലിട്ട് അങ്ങനെ ചീറി പാഞ്ഞു പോവും. അടുത്ത നിമിഷം ഉൽമയാണെങ്കിൽ അവനെ പന്നിന്ന് വിളിച്ചുകൊണ്ടേയിരിക്കും. പന്നിക്കുട്ടനാണെങ്കിൽ അത് കേട്ട് വയറിളകി അവൻ കാർ സ്റ്റോപ്പ് ചെയ്ത് അടുത്തുള്ള കാട്ടിലേക്ക് പോവാണ്. ദൂരത്തായിട്ട് ആ ഹാൻസം വില്ലനും അവൻ്റെ അസിസ്റ്റന്റും അവർ രണ്ടുപേരും ആകാംക്ഷയോട് കൂടെ നമ്മുടെ ആൾക്കാരെ തന്നെ നോക്കും. അവർക്കറിയില്ല ആ ഓക്സ് കിങ്ങിന്റെ പവർ എത്രത്തോളമാണെന്ന്. തീർച്ചയായിട്ടും ഓക്സ് കിങ് അവൻ ഒക്കെ വലിച്ചു കയറും. നമുക്കത് ഇവിടെ നിന്ന് കണ്ട് ആസ്വദിക്കാമെന്ന് പറയും. അതേസമയം ഒരു പെണ്ണിന്റെ നിലവിളി അവർ കേൾക്കുകയാണ്. ഒരു പെണ്ണിനെ ഒരു ദിനോസർ ഓടിക്കുകയാണ്. അവളാണെങ്കിൽ ടേൺ ചെയ്ത് അവളുടെ ക്യാപ്പിലെ ഒരു പവർ ഉപയോഗിച്ച് അതിനെ അറ്റാക്ക് ചെയ്ത് താഴെയിടും. അതിനുശേഷം ഹാൻസം വില്ലന്റെ അടുത്തേക്ക് വന്ന് അവനെ അറ്റാക്ക് ചെയ്യാണ്. അവൻ ജസ്റ്റ് മിസ്സിന് ആ അറ്റാക്കിൽ നിന്ന് രക്ഷപ്പെട്ട് അവളെ അടിച്ച് താഴെയിടും. അതിനുശേഷം വണ്ടി എടുത്ത് അവരവിടെ നിന്ന് ചേറിപ്പാഞ്ഞ് പോവാണ്. ആ മോയലാണെങ്കിൽ ഇപ്പോൾ ആ ഹാൻസം വില്ലനോട് ചോദിക്കും, ആ പെൺകുട്ടിയെ കാണാൻ ക്യൂട്ടായിരുന്നു, പിന്നെ എന്തുകൊണ്ട് അവളെ കണ്ട് നീ പേടിച്ചില്ല? അവളൊരു കൊച്ചുകുട്ടിയാണ്, എൽഡർ ആയിട്ടുള്ള പെൺകുട്ടികളെ കണ്ടാൽ മാത്രമേ എനിക്ക് ഭയം തോന്നുന്നു പറഞ്ഞ് അവരങ്ങനെ 100-110 അവിടുന്ന് കടന്നു പോകും. മറ്റൊരു ഭാഗത്ത് മുൽമയാണെങ്കിൽ ആ ഫയറിന്റെ അടുത്ത് വന്ന് ഇപ്പൊ ഗോക്കുവിനോട് ചോദിക്കും, നിനക്ക് നിന്റെ ക്ലൗഡിനെ ഉപയോഗിച്ച് ഫ്ലൈ ചെയ്തു പോയി ആ ഒരു ഡ്രാഗൺ ഫ്രൂട്ട് ഇവിടേക്ക് എടുത്തുകൊണ്ട് വരാമോ? അതിനവൻ ഓക്കെ പറഞ്ഞ് അവൻ്റെ ക്ലൗഡിൽ കയറി അങ്ങനെ ആ കോട്ടയ്ക്കകത്തേക്ക് പോവാണ്. പക്ഷെ അടുത്ത നിമിഷം എന്തോ ഒരു ശക്തി വന്ന് അവനങ്ങനെ ദൂരേക്ക് വലിച്ചെറിയും. നമ്മുടെ ഗോക്കു ആണെങ്കിൽ ഒരു വെള്ളത്തിലേക്ക് പോയി അടിച്ചു വീഴുകയാണ്. അപ്പോഴായിരിക്കും ഇവിടെ ഒരു ആക്സ് അത് ബുൽമയുടെ നേർക്ക് തെറിച്ചു വരിക. അവർ ഷോക്കായി തിരിഞ്ഞു നോക്കും. മറ്റാരുമല്ല, അവർ ഇത്രയും നേരവും പേടിച്ചിരുന്ന ആ ഓക്സ് കിങ്. ആ ഓക്സ് കിങ് ആണെങ്കിൽ അവരുടെ അടുത്തേക്ക് വരും. നിങ്ങൾക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ എൻ്റെ കൊട്ടാരത്തിനടുത്തേക്ക് വരും. എൻ്റെ കൊട്ടാരത്തിനകത്തുള്ള ആ നിധി അതല്ലേ നിങ്ങൾക്ക് ആവശ്യം? ഉടനെ മുൽമയും പന്നിക്കുട്ടനും അവർ രണ്ടുപേരും പേടിച്ച് വരച്ച് ആ ഓക്സ് കിങ്ങിനോട് പറയും, അയ്യോ ഇല്ല, ഇവിടെ ഇങ്ങനെ ഒരു കോട്ടയുള്ള കാര്യം പോലും ഞങ്ങൾക്കറിയില്ലായിരുന്നു. നിധിയെക്കുറിച്ചൊന്നും ഞങ്ങൾ കേട്ടിട്ട് പോലുമില്ല. വഴി തെറ്റിയാണ്
ഞങ്ങൾ ഇവിടേക്ക് വന്നത്. ഓക്സ് കിങ് ആണെങ്കിൽ അത് വിശ്വസിക്കാൻ തയ്യാറാവില്ല. അവൻ ടെററായി അവന്റെ അടുത്തേക്ക് കടന്നു വരികയാണ്. അടുത്ത നിമിഷം മുൽമ ഇപ്പൊ നമ്മുടെ ഗോകുവിന്റെ പേര് വിളിച്ച് നിലവിളിക്കും. ഗോകു ആണെങ്കിൽ അവരുടെ ശബ്ദം കേൾക്കേണ്ട താമസം അവന്റെ സ്റ്റിക്ക് അത് ക്രിയേറ്റ് ചെയ്ത് ഫ്ലൈ ചെയ്ത് അവരുടെ അടുത്തേക്ക് വരും. മുൽമ, നിങ്ങൾ വിചാരിക്കും പോലെയല്ല ആ കോട്ട മുഴുവൻ എയറാണ്. നമുക്ക് അത്ര എളുപ്പത്തിൽ ആ കോട്ടയ്ക്കകത്തേക്ക് കയറി ഡ്രാഗൺ ബോൾ എടുക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. അതുകൂടെ കേൾക്കുമ്പോൾ ഇവിടെ ഓക്സ് കിങ്ങിന്റെ കൺട്രോൾ പോകും. അടുത്ത നിമിഷം ഓക്സ് കിങ്ങും ഗോകുവും അവർ രണ്ടുപേരും പൊരിഞ്ഞ പോരാട്ടം. ഗോകു ആണെങ്കിൽ കൈ ചുരുട്ടി ഓക്സ് കിങ്ങിനെ പഞ്ച് ചെയ്യും. പക്ഷേ അവന്റെ ബോഡി ഭയങ്കര പവർഫുൾ ആണ്. ഗോകുവിനാണെങ്കിൽ പെട്ടെന്നൊരു ബുദ്ധി വെളിച്ചമുണ്ടാവും. അവൻ ആ ക്ലൗഡിന്റെ മുകളിൽ കയറി ഇപ്പോൾ ഓക്സ് കിങ്ങിന്റെ ചുറ്റും അങ്ങനെ വട്ടത്തിൽ കറങ്ങുകയാണ്. ഓക്സ് കിങ്ങിനാണെങ്കിൽ ഒരുപാട് നേരം വട്ടത്തിൽ കറങ്ങി കറങ്ങി പതിയെ തല ചുറ്റാനായിട്ട് ആരംഭിക്കും. ആ ഗ്യാപ്പിൽ ഗോകു വീണ്ടും അവന്റെ തലയ്ക്ക് നട്ടിക്കും. പക്ഷേ അവന്റെ തലയ്ക്ക് അടിച്ചതിൽ ഗോകുവിന്റെ കൈ ഒരുപാട് വേദനിക്കും. ഓ നോ, ഇവൻ ശരിക്കും ഭയങ്കര പവർഫുൾ ആണ്. എന്നെ കൊണ്ട് ഇവനെ ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കാൻ കഴിയില്ല. ഉടനെ ഓക്സ് കിങ് ആണെങ്കിൽ ഇപ്പൊ ഗോകുവിന്റെ കയ്യിലുള്ള ആ ക്ലൗഡ് ശ്രദ്ധിക്കും. സത്യം പറയും, ഈ ക്ലൗഡ് അത് നിനക്ക് എവിടുന്നാണ് കിട്ടിയത്? അതിന് ഗോകു പറയും, കടലിന് തീരത്തുള്ള ഒരു ആമയുടെ മാസ്റ്റർ, ഒരു അപ്പാപ്പൻ, അദ്ദേഹമാണ് ഇതെനിക്ക് ഗിഫ്റ്റ് ചെയ്തത്. അത് കേട്ട ആൾക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. അപ്പാപ്പൻ എന്റെ മാസ്റ്റർ ആണ്, നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ ആ അപ്പാപ്പനുള്ള ലൊക്കേഷൻ എനിക്ക് കാണിച്ചു തരാമോ? ഗോകു ആണെങ്കിൽ ആ കാര്യം ഇപ്പൊ ബുൽമയോട് ചോദിക്കും. അതിനവള് പറയും, കുഴപ്പമൊന്നുമില്ല, അപ്പാപ്പൻ അദ്ദേഹം ആ കടൽ തീരത്ത് കാണും, നിനക്ക് ഞങ്ങൾ അവിടേക്ക് വഴി പറഞ്ഞു തരാം. ആ ഓക്സ് കിങ് ആണെങ്കിൽ ഗോകുവിന്റെ പുറകിലുള്ള ആ സ്റ്റിക്ക് കാണും. ഓ നോ, ഇത് ആ ഗോഹാൻ അപ്പാപ്പന്റെ അല്ലേ? അതിന് ഗോകു ആണെങ്കിൽ അത്ഭുതത്തോടു കൂടെ പറയും, അദ്ദേഹം എൻ്റെ ഗ്രാൻഡ് പേ ആണ്, നിങ്ങൾക്ക് അദ്ദേഹത്തെ അറിയോ? അതിനവൻ പറയും, ഞങ്ങൾ രണ്ടുപേരും സഹോദരങ്ങളെ പോലെയായിരുന്നു, സ്റ്റിക്ക് ഉപയോഗിച്ച് ഞങ്ങൾ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഫൈറ്റ് ചെയ്ത് മത്സരിച്ചിട്ടുണ്ടെന്നൊക്കെ പറയും. അങ്ങനെ ഒരു കാഷ്വലായിട്ട് സംസാരിക്കുന്നത് കാണുമ്പോൾ ഇവിടെ ആ വില്ലനാണെങ്കിൽ ഒരുപാട് അസൂയാവും. മറ്റൊരു ഭാഗത്ത് നമ്മുടെ ബുൽമ, അവൾക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് കുറ്റബോധവും. ഞാൻ അല്പം കൂടെ നന്നായിട്ട് ഗോകുവിനോട് പെരുമാറണമായിരുന്നു. ഓക്സ് കിങ് ആണെങ്കിൽ ഇപ്പൊ ഗോകുവിനോട് ഒരു സഹായം ചോദിക്കും. എനിക്ക് ആവശ്യമായിട്ടുള്ള ഒരു പന്ത് അത് ഒരു സ്ഥലത്തുണ്ട്, നിന്റെ ഈ ക്ലൗഡ് പവർ ഉപയോഗിച്ച് നീ അതെനിക്ക് എടുത്തുകൊണ്ടുവന്ന് തരുമോ? അതിന് ഗോകു ആണെങ്കിൽ മറുപടിയായിട്ട് അവനോട് പറയും, തീർച്ചയായിട്ടും ഞാൻ നിന്നെ സഹായിക്കാം, പക്ഷെ അതിന് പകരമായിട്ട് ഇതുപോലുള്ള ഡ്രാഗൺ ബോൾ അത് നിന്റെ കയ്യിലുണ്ടെങ്കിൽ നീ എനിക്ക് തരണം. അവൻ ആ ഡ്രാഗൺ ബോളിലേക്ക് സൂക്ഷിച്ചു നോക്കും. ഓ യെസ്, എൻ്റെ മാൻഷനിൽ ഇതുപോലൊന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ചോദിച്ച കാര്യം നീ കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ എൻ്റെ മാൻഷനുള്ള ഇതുപോലുള്ളൊരു ബോൾ അത് ഞാൻ നിനക്ക് തരാം. അത് കേട്ട് ഇവിടെ ബുൽമയ്ക്ക് ഭയങ്കര സന്തോഷം. അവർ ഹാപ്പിയായി ഗോകുവിൻ്റെയും ഓക്സ് കിങ്ങിൻ്റെയും അടുത്തേക്ക് ഓടി വരികയാണ്. ഓക്സ് കിങ് ആണെങ്കിൽ ഇപ്പം നമ്മുടെ ഗോകുവിനോട് റിക്വസ്റ്റ് ചെയ്യും, ഞാൻ ചോദിച്ച ആ ഒരു ബോളും അതുപോലെ തന്നെ എൻ്റെ മകളെ നീ കണ്ടെത്തി തരണം. കഴിഞ്ഞ ദിവസം എൻ്റെ മകളെ ഞാൻ അവിടേക്ക് അയച്ചു, അവളെയും നീ എനിക്ക് തിരികെ പിടിച്ചു തരണം എന്ന് പറഞ്ഞ് അവളുടെ ഫോട്ടോ കാണിച്ചു കൊടുക്കുകയാണ്. ആക്ച്വലി നമ്മുടെ ക്യൂട്ട് വില്ലൻ അവൻ കുറച്ചു മുൻപ് അടിച്ച് താഴെയിട്ട പെണ്ണാണ് അദ്ദേഹത്തിന്റെ മകൾ. അവരാണെങ്കിൽ ആ കാര്യം മനസ്സിലാക്കി ഗോക്കായിട്ട് നിൽക്കും. ഗോകു ആണെങ്കിൽ ഞാനത് ഏറ്റു എന്ന് പറഞ്ഞ് ഇപ്പൊ അങ്ങനെ ഫ്ലൈ ചെയ്തു പോകും. ആ ക്യൂട്ട് വില്ലനും അവന്റെ അസിസ്റ്റന്റും അവർ രണ്ടുപേരും ജീപ്പ് എടുത്ത് ഇപ്പൊ ആ ക്യൂട്ട് പെണ്ണ് ചീച്ചിപ്പെണ്ണിന്റെ അടുത്തേക്ക് വരികയാണ്. അവനാണെങ്കിൽ അവളെ താങ്ങിയെടുക്കും. പ്ലീസ് കണ്ണു തുറക്ക്, നിനക്കൊന്നും പറ്റിയിട്ടില്ല. അവനാണെങ്കിൽ കണ്ണു തുറക്കും. അതിനുശേഷം അവനെ കണ്ട് പേടിച്ച് ദൂരേക്ക് മാറുകയാണ്. അവൻ വിളിച്ചു പറയും, ചീച്ചി നിനക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ നിന്റെ ശത്രുവല്ല, നിന്നെ രക്ഷിക്കാനാണ് ഇവിടേക്ക് വന്നത്. അവൾക്കാണെങ്കിൽ ഭയങ്കര അത്ഭുതം, നിനക്കെങ്ങനെ എന്റെ പേര് ചീച്ചി എന്നാണെന്ന് അറിയാം. അവൻ അല്പസമയം എന്തു പറയണമെന്ന് അറിയാതെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കും. അത് പിന്നെ എനിക്ക് നിന്നെ വളരെ നേരത്തെ അറിയാം, സത്യത്തിൽ എനിക്ക് നിന്നോട് ഒരു ക്രഷ് ഉണ്ട്, അത് പറയാനാണ് ഞാൻ ഇവിടേക്ക് വന്നത്. അത് കേട്ട് നമ്മുടെ പെണ്ണിനാണെങ്കിൽ ഭയങ്കര സന്തോഷം. നഖമൊക്കെ കടിച്ച് നാണിച്ച് തല താഴ്ത്തി നിൽക്കുകയാണ്. ഞാനൊരു വലിയ പെൺകുട്ടിയായി തീർച്ചയായിട്ടും എൻ്റെ ആഗ്രഹം പപ്പ സമ്മതിക്കുമെന്ന് പറഞ്ഞ് അവൾ തല താഴ്ത്തി നിൽക്കുന്ന ഗ്യാപ്പിൽ നമ്മുടെ ചുന്ദരം വില്ലൻ അവൻ ജീപ്പ് എടുത്ത് 100-110 അവിടുന്ന് കടന്നു പോവാണ്. ആ സമയം ഗോകു അവൻ അവിടേക്ക് വന്ന് ഇപ്പൊ അവളോട് ചോദിക്കും, നിന്റെ പേര് ചീച്ചി എന്നല്ലേ? പപ്പയാണ് എന്നെ ഇവിടേക്ക് പറഞ്ഞയച്ചത്. നിന്നെ കണ്ടെത്തി അദ്ദേഹം തന്ന ഒരു മിഷൻ അതെനിക്ക് കംപ്ലീറ്റ് ചെയ്യണമെന്ന് പറയും. നിനക്ക് ധൈര്യമായിട്ട് എന്നോടൊപ്പം ഈ ക്ലൗഡിൽ യാത്ര ചെയ്യാനായിട്ട് കഴിയും, നിന്റെ മനസ്സ് അത് നല്ലതാണെങ്കിൽ. അത് കേട്ട് അവളാണെങ്കിൽ ആ ക്ലൗഡിലേക്ക് പിടിച്ചു കയറാനായിട്ട് ശ്രമിക്കും. പക്ഷേ അവളെ കൊണ്ടാണെങ്കിൽ കയറാൻ കഴിയില്ല. അടുത്ത നിമിഷം അവൾ ഗോകുവിന്റെ വാല് പിടിച്ച് വലിച്ച് മുകളിലേക്ക് കയറും. പക്ഷെ എന്താ, പവർ നഷ്ടപ്പെട്ട് ഗോകു താഴേക്ക് അടിച്ചു വീഴും. ഗോകു വീണത് കണ്ട് അവൾ എന്തു പറ്റി ചോദിക്കും. അതിനവൻ പറയും, നീ എൻ്റെ വാൽ പിടിച്ച് വലിച്ചില്ലേ, എനിക്ക് ഏറ്റവും ഇഷ്ടമല്ലാത്ത കാര്യമാണ് എൻ്റെ വാൽ പിടിച്ച് വലിക്കുന്നത്, എൻ്റെ പവർ മുഴുവൻ ഒരു സെക്കൻഡിലേക്ക് സ്റ്റക്കായി പോയെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും ഫ്ലൈ ചെയ്ത് അങ്ങനെ പോവാണ്. അതേസമയം വില്ലനാണെങ്കിൽ ഭയങ്കര സന്തോഷം. യാഹൂ, അങ്ങനെ അത് ഞാൻ കണ്ടുപിടിച്ചു, ആ ഗോകു പയ്യന്റെ വീക്ക് പോയിന്റ് അത് അവന്റെ വാലാണ്. സോ അവർ ആ ഡ്രാഗൺ ബോൾസുമായിട്ട് തിരിച്ചു വരുമ്പോൾ അവന്റെ വാൽ മുറിച്ചെടുത്ത് അവനെ അറ്റാക്ക് ചെയ്ത് ആ ബോൾസ് ഞാൻ സ്വന്തമാക്കും. ഇവിടെ ചീച്ചിയും ഗോകുവും അവർ രണ്ടുപേരും അടുത്ത മിഷൻ അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഫ്ലൈ ചെയ്ത് പോവാണ്. അവരാണെങ്കിൽ കടലിലുള്ള ഒരു ഫിഷിനോട് ഇപ്പൊ അപ്പാപ്പന്റെ വീട് അതെവിടെയാണെന്ന് തിരക്കും. ആ ഫിഷ് ആണെങ്കിൽ കറക്റ്റായിട്ട് വീട് പറഞ്ഞു കൊടുക്കും. അതനുസരിച്ച് നമ്മൾ ഗോകു ആണെങ്കിൽ
ടർട്ടിൽ അപ്പാപ്പൻ്റെ വീട്ടിലേക്ക് കടന്നു വരികയാണ്. ഗോക്കുവിനെ വീണ്ടും കണ്ട് ഒരുപാട് സന്തോഷത്തിൽ ടർട്ടിൽ അപ്പൂപ്പൻ ഗോക്കുവിനോട് സംസാരിക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കും.